പറഞ്ഞാൽ അതിൽ എന്താ തെറ്റെന്ന് ഞാൻ ചോദിച്ചത്. ഇവിടെ എത്ര പേര് എന്തെല്ലാം പറഞ്ഞു, ഇവരെ വേർപ്പിന്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ അനു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഹൗസിലെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊന്നായിരുന്നു ശുചിത്വം എന്നത്. അപ്പോൾ ഈ വൃത്തി എന്നുള്ള സാധനം ഒരു വ്യക്തിപരമല്ലാന്നും പരിസര ശുദ്ധീകരണവും അതിനകത്ത് പൊതുവായിട്ടുള്ള ശുദ്ധീകരണവും എല്ലാം പെടുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതോടൊപ്പം ബിഗ് ബോസ് പറയാണ് ഈ ഹൗസിലെ ഒട്ടും വൃത്തിയില്ലാത്ത ഒരാളുടെ പേരും വൃത്തിയുള്ള ആളുടെ പേരും പറഞ്ഞിട്ട് കാരണകാര്യനെ സഹിതമൊക്കെ പറയാനാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു. മുടിയൊക്കെ ഈരിയിട്ട് പൊഴിഞ്ഞ മുടിയൊക്കെ എവിടെയൊക്കെ വെക്കുന്നു, പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പൊടികളൊക്കെ കൈട്ട് വാരി എടുക്കുന്നു, ഭയങ്കര വേർപ്പിന്റെ സ്മെല്ലുള്ളവരുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓരോ റീസണാണ് പറഞ്ഞത്. അങ്ങനെ അനുമോള് പറഞ്ഞത് രേണുസുതിയെ കുറിച്ചാണ്. രേണുസുതിയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതുകൊണ്ട് രേണു ചേച്ചിക്ക് തലമുടി നനയ്ക്കാൻ പറ്റുന്നില്ല, തല കുളിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഒട്ടും വൃത്തിയില്ല എന്നാണ് അനു പറയുന്നത്. പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത്. മുടി കഴുകുന്നില്ല, മേല് കഴുകുന്നുണ്ടാവും, തല കഴുകുന്നില്ല. പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലകളും കുഞ്ഞു കുഞ്ഞു പേനുകൾ വന്ന് ഇവിടേക്ക്. ഞാൻ പലപ്പോഴും അതെടുത്ത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. അതോടൊപ്പം തലയിലൊക്കെ പേനാണെന്നും പേനൊക്കെ നെറ്റിയിലൊക്കെ വന്നിരിക്കുന്നു, ഞാനത് എടുത്തു കളഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് അയ്യേ എന്ന് പറയാണ്. അതോടുകൂടി രേണുവിന് ഒരു ചമ്മൽ പോലെയായി. അപ്പോൾ അതിന്റെ ഒരു വിശദീകരണമാണ് പിന്നെ അതിനുശേഷം ഹൗസിനുള്ളിൽ നടന്നത്. പിന്നെ പൊട്ടിക്കരയുന്ന രേണുവാണ്. പറ്റുന്നില്ല. എനിക്ക് നാട്ടിൽ ഫോൺ വന്നാൽ പബ്ലിക്കായിട്ട് അത് പറഞ്ഞു. ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിവിടെ പോകണം. ക്യാമറയെ നോക്കി ബിഗ് ബോസിനോട് പറയുന്നു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, പെയിനിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നായിരുന്നു പറഞ്ഞത്. സാധാരണ ആൾക്കാരൊക്കെ പേനൊക്കെ ഈരി ആണ് കൊല്ലുന്നത്. ഇനിയിപ്പം ഒരുപാട് കൺട്രോൾ അല്ലാത്ത രീതിയിൽ വരുവാണെങ്കിൽ മാത്രമാണ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിനെ കുറയ്ക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തൊരു തലമുടി ഈരിയാലൊക്കെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനു മുമ്പ് വൃത്തിയില്ലായ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ രേണു തന്നെ പറഞ്ഞിരുന്നു, എന്തായിരിക്കും എൻ്റെ മുടി കഴുകാൻ പറ്റത്തില്ല, നനയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പോഴും അനു തന്നെയാണ് ഇത് ചോദിച്ചത്. അതിനെ സംബന്ധിച്ച് രേണു പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തല കഴുകാൻ പറ്റത്തില്ല, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞപ്പം ഇവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുത്ത ആൾക്കാർ രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു തലമുടി കഴുകാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും ആ മുടി വെച്ച് കൊടുത്ത ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ രേണു അവിടെ ചെന്നിട്ട് വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്, എനിക്ക് ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അനു അതിനുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിസേലിൻ്റെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അങ്ങനെ വേറെയും കണ്ടസ്റ്റൻസുകൾ അവിടെ ഉണ്ട്, മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ. അവരൊക്കെ മുടി ഡെയിലി കഴുകുന്നുണ്ട്, അല്ലെങ്കിൽ തല നനച്ച് കുളിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി മാത്രം അത് ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അനുവിനെ കയറി അറ്റാക്ക് ചെയ്യാണ്. അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അനുവിനെ എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്ന അക്കാര്യം പറഞ്ഞേനെ. വൃത്തിയില്ലായ്മയും ഇതിനകത്ത് വരുന്നൊരു കാര്യം തന്നെയാണ്. അവർ റെനെ ആദിലെ നൂറയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ രേണുവിനോട് പറയുന്നുണ്ടല്ലോ, പോയിട്ട് കുളിക്കുക ചേച്ചി, നിങ്ങൾ 5-6 ദിവസമായില്ലേ കുളിച്ചിട്ട്, ഭയങ്കര സ്മെല്ല് വരുന്നു, പോയി കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ പലരും കേട്ടതാണ്. അപ്പോൾ അനു ആ ഒരു വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുവിനെതിരെ ചാടി കയറുവാണ്. അനീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തു വല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അതല്ല, ഞാൻ പലപ്പോഴും ചേച്ചിക്ക് എടുത്തു കൊടുക്കാൻ ചെന്നപ്പോഴൊക്കെ ചേച്ചി എൻ്റെ കൈ തട്ടി മാറ്റി മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത് എന്ന് പറയാണ്. എന്തൊക്കെ പറഞ്ഞാലും കാര്യം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രേണുവിനൊരു കണ്ടന്റ് ഇല്ലാതിരിക്കുമായിരുന്നു. കാരണം ഒരു രേണുവിൻ്റെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇറക്കാനോ എന്തെങ്കിലും കാർഡൊക്കെ എടുത്ത് പ്രയോഗിക്കാനോ ഒരു തരത്തിലും പറ്റാതിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു സംഗതി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഓടിപ്പിടച്ച് ക്യാമറയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ തലയിൽ ഇങ്ങനെ പെയിനാണ് ബിഗ് ബോസ്, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിവിടെ പറ്റത്തില്ല. അപ്പോൾ രേണു പറയുന്ന ഒരു കാര്യമാണ്, ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് എനിക്ക് വിഷമമായെന്ന്. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പറയുന്നതെല്ലാം പബ്ലിക്കായിട്ടാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്ത് സംസാരിച്ചാലും അത് ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്, പുറത്തെ ജനങ്ങൾ. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കട്ടാക്കാതെ തന്നെ പുറത്തെത്തിക്കും. അത് വീക്കെൻഡ് എപ്പിസോഡിലും കാണിക്കും, അതോടൊപ്പം ഡെയിലി എപ്പിസോഡുകളിൽ ഇത് കാണിക്കും. അപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം പുള്ളിക്കാരി വീണ്ടും കരഞ്ഞത്. എന്തായാലും രേണുസുതി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രേണുസുതി കൃത്യം ചെയ്തിരുന്നെങ്കിൽ ഈ മാതിരി കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. കാരണം ഈ മുടി വെച്ച് കൊടുത്ത ആൾക്കാർ പറഞ്ഞിരുന്നു ഡെയിലി ക്ലീൻ ചെയ്യണമെന്നും തല വൃത്തിയായി സൂക്ഷിക്കണമെന്നും മുടി കഴുകണം എന്നൊക്കെ പറഞ്ഞു വിട്ടേ. അപ്പോൾ അതിന് മടിയുണ്ടായിട്ടാണ് ആഴ്ചകളോളം അത് കഴുകാതിരിക്കുന്നതും വൃത്തിയാക്കാതിരിക്കുന്നതും. ബിഗ് ബോസ് തന്നെയാണല്ലോ ഇവർക്ക് സാധനങ്ങളൊക്കെ കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തന്നെ ഇന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു ടാസ്ക് വെച്ചതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈജീന് വേണ്ട സാധനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കുളിക്കാനും നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്, ഡ്രസ്സ് അലക്കി ഉണക്കാനുള്ള സൗകര്യമുണ്ട്, ഉണങ്ങിയത് ഇടാനും അടുത്തത് കഴുകിയിടാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ബേസിക് ഹൈജീനിൽ പെട്ട കാര്യമാണ് ഈ കുളിക്കുക, നനയ്ക്കുക, അങ്ങനെ വലുതേക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലും ചെയ്യാൻ മടി
തടിയുള്ളവരാണ് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം. അതിനകത്ത് എക്സ്ട്രാ വരുന്നതാണ് ഇവരുടെ മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോഴും മറ്റുള്ളവർ ഈ രേണുവിനോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞോ, അതിന് വേണ്ട ഒരു ഷാമ്പുവോ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ചോദിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതും ശരിയല്ലേ, രേണുവിൻ്റെ തെറ്റ് തന്നെയാണ്. രേണു ഇങ്ങനെ അടുക്കളയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ മാന്തി പറിച്ച് ചൊറിയിലൊക്കെ ഉണ്ട്. അതും അവർ ചോദിക്കുവാണ്. അങ്ങനെ ഒരു അതെൻ്റെ താരന് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് രേണു പറയുമ്പം രേണുവിന് അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബിഗ് ബോസിനോട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അതിന് എനിക്കൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാന്. കാരണം ബേസിക്കലി ഹൈജീൻ ഇല്ല, അതാണ് ഇതിന്റെ പ്രശ്നം. കുളിക്കലും നനയ്ക്കലും ഇഷ്ടമില്ല, അതിന് വരെ മടിയാണ്. ഇത്ര നാൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ രേണുസുതി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരു ഇതിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കത്തില്ല, ഒന്നുമില്ല. എന്തായാലും ഈ ഒരു വിഷയം ആയതുകൊണ്ടുകൂടെ രേണുവിന് ഇപ്പോൾ ഒരു ഇച്ചിരി ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാര്യം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുറത്തും സംസാരം ആകുന്നതുകൊണ്ട് തന്നെ രേണുവിൻ്റെ പേര് വീണ്ടും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല രേണുവിന് ഇപ്പോൾ വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ വാശിയിലാണ് ഇരിക്കുന്നത്. എത്രയും വേഗം വീട്ടിൽ പോയേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് കട്ടിലെ കിടന്ന് പൊട്ടി കരയുന്ന രേണുവാണ്. അതിനുശേഷം എല്ലാവരും പോയിട്ട് അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നു, സാരമില്ല പേനൊക്കെ സർവ്വസാധാരണമാണ് എന്ന് പറയുകയും അതോടൊപ്പം ആൾക്കാർ ആഹാരം ബെഡിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. രോഗമായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ബെഡിൽ കൊണ്ടിട്ട് ആഹാരം വെള്ളമൊക്കെ കൊടുക്കുന്ന പോലെ പേൻ തലയിൽ വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു കിടക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടിട്ട് ആഹാരം ബെഡിൽ വെച്ച് കൊടുക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത് അവിടെ. എന്തായാലും രേണുസുതി സൂപ്പറാണ്. രേണുസുതിയുടെ ആരാധകർക്ക് ഭയങ്കര സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി ആയിട്ടുണ്ട്. രേണുസുതി കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാറി. എന്തായാലും അടിച്ച് പൊളിച്ച് കയറി വരുവാണ് രേണു. കൂടെ ഇച്ചിരി പെയിൻ ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.